അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലൊന്ന് പോവാട്ടാ. അമ്പലത്തിൽ എവിടെയാ പോണേ നമ്മള്? അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞേ. അമ്പലത്തിൽ പോവാന്ന് പറയാ. ആ ഈ തൂക്കാത്രം പിടിച്ചോ, നമുക്ക് പായസം മേടിക്കണ്ടേ? പായസം അടക്കട്ടെ താഴെ ഇടരുതിട്ടാ. പോവാം. ഹലോ, അങ്ങനെന്താ ഇന്നിപ്പോ ഞായറാഴ്ചയായിട്ട് വലിയ പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാട്ടോ. ഇന്ന് വീട്ടിൽ തന്നെ ഇരിക്കും. അപ്പൊ രാവിലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയതാട്ടോ. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് നടന്നു പോകാനുള്ള ദൂരമുള്ളത് ഇങ്ങനെ ഒരു പാടത്തിന്റെ നടുക്ക് ഒരു കുഞ്ഞമ്പലം. അപ്പൊ ഈ അമ്പലമാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു ദിവസം മാത്രമേ നട തുറക്കുള്ളൂ, അതായത് മലയാള മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച മാത്രം. അപ്പൊ ഇന്നാണ്. അപ്പൊ നമുക്ക് വഴിപാട് പായസവും മേടിക്കണം. അപ്പൊ അമ്പലത്തിൽ പോക്കും കഴിഞ്ഞ് വേഗം തന്നെ തിരിച്ചു വരവായിട്ടോ. കാരണം ഇതിനെയും കൊണ്ട് പോകുമ്പോൾ അധികം നേരം നിൽക്കാൻ പറ്റില്ല. അങ്ങനെ പോയി പായസമൊക്കെ മേടിച്ച് നമ്മളതേ വീട്ടിലേക്ക് തിരിച്ചു. അപ്പൊ ഇത്തിരി ദൂരമുള്ളൂ കേട്ടോ. അതേ ഈ പാടം കഴിഞ്ഞ് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീട് കാണാം. പിന്നെ രാവിലെ തൊട്ട് നമുക്ക് ഈ അമ്പലം തൊട്ടടുത്തായ കാരണോണ്ട് തന്നെ അമ്പലത്തിൽ വെച്ചാണ് പാട്ടൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ശരിക്കും കേൾക്കാട്ടോ. നല്ല രസമാണ് എന്തായാലും. അങ്ങനെ കുഞ്ഞാട്ടിനെയും കൊണ്ട് നടന്നു വന്നപ്പോൾ മഴയുടെ പ്രശ്നമുള്ള കാരണം കേട്ടോ നമ്മൾ വേഗം പോകുന്നത്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ രണ്ടാളും നനയും. അങ്ങനെ അവിടെ പോയി തിരിച്ചു പറഞ്ഞ അടുത്ത സമയത്തേക്കാളും കൂടുതൽ ഇത് ഇവിടെ നിൽക്കേണ്ടി വരുന്നത് തോന്നുന്നത്. കാരണം ഞാൻ തുറക്കാൻ അമ്മയെന്നും പറഞ്ഞ് താക്കോലും മേടിച്ചതേ കുഞ്ഞാട്ടി വാതിലുമ്മ ചാരി നിന്ന് തുടങ്ങിയിട്ട് കേട്ടോ. എത്ര നേരം നിൽക്കുന്നത് ഒരു പിടുത്തില്ല. അപ്പൊ കണ്ണനും വെച്ചു അങ്ങോട്ട് പോയേക്കാം, വീട്ടിലേക്ക് പോയേക്കാം. അവർ കുറച്ചു നേരം കഴിഞ്ഞാൽ അവരും കൂടെ വരും. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്ത വീഡിയോസ് ആട്ടതൊക്കെ. ഉച്ചയായപ്പോഴേക്കും അച്ചും കണ്ണനും കൂടെ എത്തിയിട്ടാ. പിന്നെ ഒന്നും പറയാനില്ല. പിന്നെ ഇവരുടെ ഓരോരോ കാര്യങ്ങള് കളികളൊക്കെ തന്നെ. എന്റെ ഭഗവാനേ, അയ്യോ എങ്ങോട്ട് പോണേ? പോവാനാ? ആരാ പോണ്ടേ? അകത്ത് പോവാനാ? ഇതിലേതാ പാവം മിടുക്കൻ കൊച്ചേതായില്ലേ? ഗോണോ? ആര് ഗോൺ? അങ്ങനെ ഗൗരി അച്ചും കുഞ്ഞിലെ സ്റ്റെപ്പ് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തട പോലെ വച്ചിരുന്നതാട്ടോ. ഇപ്പൊ അതിനെ അവര് അതിജീവിച്ചു. ആ ഗൗരി ഇത് ആദ്യമായിട്ടാട്ടോ ഇതിന്റെ അപ്പുറത്തേക്ക് കടക്കാനായിട്ട് നോക്കിയത്. അപ്പൊ ഇന്നാണ് ഇപ്പൊ കണ്ടത്. അപ്പൊ കണ്ണൻ ആദ്യം കാണിച്ചു കൊടുത്തു, പിന്നെ അവളത് പെട്ടെന്ന് ചെയ്തു. ഇനിയിപ്പോ ഇതൊരു രക്ഷയില്ല, നമ്മള് നോക്കിയില്ലെങ്കിൽ അവള് കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ മുകളിൽ കയറിപ്പോ. അപ്പൊ എന്താ സംഭവം ഇപ്പൊ എന്താ കാണണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൗരി എടുക്കാണ്ടിരിക്കാനായിട്ട് അച്ചൂട്ടൻ അവന്റെ കളിക്കണ സാധനങ്ങളും ക്രയോൺസും ഡ്രോയിങ് ബുക്കും അങ്ങനത്തെ ഐറ്റംസും ഒക്കെ ഈ ഗൗരി എടുക്കാണ്ടിരിക്കാൻ ഈ സ്റ്റെപ്പുമ്മ കേട്ടോ വയ്ക്കാറ്. ഇപ്പൊ അവള് അങ്ങോട്ട് കടന്നു പറഞ്ഞുകൊണ്ട് പാവം കൊച്ച അതൊക്കെ എടുത്തൊരു ബാഗിന്റെ ഉള്ളിലാക്കി വേറെ സ്ഥലത്ത് വെക്കാനായിട്ട് കഷ്ടപ്പെടണതാണ് ഈ കാണുന്നത് കേട്ടോ. കാരണം ഇവള് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കീറിക്കാട്ടി കളയും. പിന്നെ എന്താ ചെയ്യാ, ഒരു നിവൃത്തിയില്ല. ഇതുവരെ സുഖമായിട്ട് കയറി അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് വരാ. ഇപ്പൊ ഇതൊരു ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുക കേട്ടോ. നമ്മൾ എന്ത് പറഞ്ഞാലും അത് നിർത്തൂല. ഇനിയിപ്പോ വേറെ വല്ല ഐഡിയയും കണ്ടുപിടിക്കണം. അങ്ങനെ അച്ചൂടെ വേഗം അതിന്റെ സാധനങ്ങളൊക്കെ പറക്കി വെക്കാട്ടോ. അങ്ങനെ ഇന്ന് സൺഡേ ആണെന്നുണ്ടെങ്കിൽ ഞാനും കുട്ടീസ് മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടില്. ചേട്ടന് നമുക്ക് ഇന്നും ഷോപ്പുണ്ട്, സൺഡേയിലും വൈകുന്നേരം വരെ കടയുണ്ട്. അപ്പൊ വൈകുന്നേരം ഷോപ്പ് അടച്ചിട്ട് ഒരു 4 മണിയാകുമ്പോഴേക്കും ചേട്ടൻ വരുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കണു. പിന്നെ സാധാരണ സൺഡേസിൽ നമ്മൾ എവിടേക്കെങ്കിലും ഒക്കെ പോവാറുണ്ട് കേട്ടോ വൈകുന്നേരങ്ങളിൽ. അപ്പൊ പിന്നെ നമ്മുടെ വീട്ടിൽ പനിയുടെ സീസൺ ആയ കാരണം ഓരോരുത്തർക്കും മാറി വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് ഇന്ന് എവിടേക്കും പോവാൻ പ്ലാനിങ് ഒന്നും ഇല്ല. അങ്ങനെ വീട്ടിലിരിക്കണു. ഇത്രയും ബുക്ക് പഠിക്കാനില്ലല്ലോ. അടച്ചരാ. ഓ ഒന്ന് തുറന്നൊരു സ്പൂൺ ഇട്ടോണ്ടോ അമ്മ. അങ്ങനെതാ യാതൊരു വ്യത്യാസമില്ലാതെ ഒരു വൈകുന്നേരം വരെ എത്തിയിട്ടോ. ഒരു സൺഡേ ഒന്നും നടക്കാത്ത ഒരു സൺഡേ ആയിപ്പോയിട്ടോ ഈ സൺഡേ. അങ്ങനെ വൈകുന്നേരം അച്ഛനമ്മയും മറ്റേ കർക്കിടക കഞ്ഞിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ മാസം കർക്കിടക മാസം എല്ലാവരും കഞ്ഞി കുടിക്കുമല്ലോ, കർക്കിടക കഞ്ഞി. അപ്പൊ എനിക്കിത് അങ്ങനെ ഇഷ്ടല്ല. എന്നാലും അമ്മ അവരുടെ അവിടെ ഇന്ന് കർക്കിടക കഞ്ഞി എന്തുവാ
അവരുടെ മീറ്റിങ്ങിന് ഇന്ന് അത് ഉണ്ടാക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് അതിൽ നിന്ന് ഞങ്ങൾക്കും കൊണ്ട് തന്നതാട്ടോ കഴിക്കണം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് വായിൽ വെച്ച് നോക്കിയപ്പോഴാണെങ്കിലോ എനിക്കിതിന്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല. അച്ചു വലിയ കാര്യത്തിന് ഇത് കണ്ടപ്പോ എന്തിട്ടാന്നറിയാം, നല്ല മണമൊക്കെ വരണ്ടായിട്ടോ. വായിൽ വെച്ച് നോക്കിയപ്പോ അച്ചുവിന്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോ തന്നെ അറിയാം കൊച്ചാള് വച്ചിട്ട് ഓടി. പിന്നെ ഞാനും ഒരു സ്പൂണ് കഴിച്ചു കേട്ടോ, കൊണ്ടുവന്നല്ലേ എന്ന് പറഞ്ഞ്. ഇഷ്ടല്ല, ഇത് ഇഷ്ടമുള്ളവരുണ്ടാവായിരിക്കും, പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമല്ല. വലിയെന്നല്ല, എനിക്ക് ആ ചവ ഇഷ്ടമായില്ല. അങ്ങനെ സത്യത്തിൽ അമ്മയ്ക്ക് അറിയായിരുന്നു ഞാനൊന്നും കഴിക്കില്ല എന്നാലും ഒരു പേരിനെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ്. കഴിക്കുന്നു പറഞ്ഞു. അങ്ങനെ വലിയത്തിന് രാജേഷേട്ടനും കൊടുത്ത് രാജേഷേട്ടനും അയ്യോ എന്നും പറഞ്ഞ് ഒരു സ്പൂൺ വായിൽ വെച്ച സ്പൂൺ ഇങ്ങോട്ട് തുപ്പാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇറക്കി. അങ്ങനെ ഞങ്ങളുടെ ഒരു ഞായറാഴ്ച, ഒന്നും നടക്കാത്ത ഒരു ഞായറാഴ്ചത്തെ വീഡിയോ ആട്ടോ നിങ്ങൾ ഈ കണ്ടത്. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ വെറുതെ ഒരു വീഡിയോ, കുറെ വീഡിയോസ് എടുത്തിട്ടപ്പോ എനിക്ക് തോന്നി എന്തായാലും അത് എടുത്ത് അപ്ലോഡ് ചെയ്യാം. ഞങ്ങളുടെ ഒരു ദിവസം ഈ ഒരു ദിവസത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അച്ഛനും അമ്മയും പോയപ്പോ കുട്ടീസ് വെറുതെ ഒന്ന് കേറിയതാട്ടോ. ഇപ്പൊ തന്നെ ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു വരും, അത്രേ ഉള്ളൂ. അങ്ങനെതാ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു.